പ്രതീക്ഷ നൽകുന്ന സിനിമകളുമായി ദിലീപ് ലളിതമായ കുടുംബകഥകളും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ പ്രഗത്ഭനായ സത്യൻ അന്തിക്കാട് ഒരുക്കുന്ന പുതിയ സിനിമയിൽ ദിലീപ് നായകനാകുന്നു. വളരെ കാലത്തിന് ശേഷം ഇവർ ഒന്നിക്കുന്നത് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. തൂവൽ കൊട്ടാരം, വിനോദയാത്ര തുടങ്ങിയ സിനിമകൾ ഇവരുടെ ഹിറ്റുകളിൽ ചിലതാണ്. സത്യൻ അന്തിക്കാടിന്റെ ലളിതമായ ഗ്രാമീണ പശ്ചാത്തലവും ദിലീപിന്റെ ഹ്യൂമർ ടൈമിങ്ങും ചേരുമ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് അതൊരു വലിയ വിരുന്നായിരിക്കും. നടൻ ശ്രീനിവാസന്റെ പേരിൽ ധ്യാൻ ശ്രീനിവാസൻ ആരംഭിക്കുന്ന പുതിയ നിർമ്മാണ കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ജഗൻ ഷാജി കൈല സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ശേഷം ദിലീപ് ഈ സിനിമയിലായിരിക്കും ജോയിൻ ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ദിലീപിന്റെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളിൽ ഒന്നായ വാളയാർ പരമശിവം വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. റൺവേ എന്ന സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ ജോഷിയും ദിലീപും മുൻപ് പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടായിരുന്നത്. കുറച്ചുനാളായി യാതൊരു അനക്കവുമില്ലാതിരുന്ന പ്രോജക്റ്റിന് വീണ്ടും ജീവൻ വന്നിരിക്കുന്നു. ജോഷിയുടെ സംവിധാനത്തിൽ സിബി കെ തോമസ് ഒറ്റയ്ക്കാണ് ഇതിന് തിരക്കഥയൊരുക്കുന്നത്. വരും മാസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനവും ഈ വർഷം തന്നെ ഷൂട്ടിംഗും ആരംഭിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. രസകരമായ ഒരു വസ്തുത എന്തെന്നാൽ ഈ സിനിമയുടെ ആദ്യ ഭാഗമായ റൺവേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് മമ്മൂക്കയായിരുന്നു എന്ന് തിരക്കഥാകൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് ദിലീപിലേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. സത്യൻ അന്തിക്കാടിന്റെ കുടുംബചിത്രവും ജോഷിയുടെ മാസ് പടവും ഒരേ സമയം അണിയറയിൽ ഒരുങ്ങുമ്പോൾ ദിലീപിന്റെ വലിയൊരു തിരിച്ചുവരവാണ് ആരാധകർ കാത്തിരിക്കുന്നത്.